നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസങ്ങളിൽ തുടർച്ചയായ തിരിച്ചടി നേരിട്ട ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് 19% വരെ നേട്ടമുണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാർച്ച് 16-ന് ഓല ഇലക്ട്രിക്കിന്റെ ഓഹരി വില അതിന്റെ ഏറ്റവും താഴ്ന്ന നിരക്കായ 22 രൂപയിൽ എത്തിയിരുന്നു. ലിസ്റ്റിംഗിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ 157 രൂപയിൽ നിന്ന് 85% ഇടിവാണ് അന്ന് രേഖപ്പെടുത്തിയത്. 2024 ഓഗസ്റ്റിലായിരുന്നു ഓല ഇലക്ട്രിക് ഓഹരി വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചത്. തിരിച്ചുവരവ് ഉണ്ടായെങ്കിലും ഇഷ്യൂ വിലയായ 76 രൂപയിൽ നിന്ന് ഇപ്പോഴും 50%-ലധികം താഴെയാണ് ഓഹരി വ്യാപാരം നടത്തുന്നത്. 20 ദിവസത്തെ ശരാശരി 8.1 കോടി മാത്രമാണ് എന്നിരിക്കെ ഏകദേശം 62 കോടി ഓഹരികളുടെ കൈമാറ്റം ഇന്ന് നടന്നിട്ടുണ്ട്. കുതിപ്പിന് പിന്നിലെ കാരണങ്ങൾ നോക്കാം. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സെൽ തയ്യാറാക്കിയതായി കമ്പനി ബുധനാഴ്ച അറിയിച്ചു എന്നതാണ് ആദ്യത്തെ കാരണം. നിലവിലുള്ള ഭാരത് സെല്ലിനേക്കാൾ വലിപ്പമുള്ളതാണ് പുതിയ 46100 ഫോർമാറ്റ് LFP സെല്ലുകൾ. ഇത് നിർമ്മാണ ചെലവ് കുറയ്ക്കാനും മൊബിലിറ്റി, എനർജി സ്റ്റോറേജ് മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമത നൽകാനും സഹായിക്കും. അടുത്ത പാദം മുതൽ ഇവ ഓലയുടെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങും. ഇതിനു പുറമെ മാർച്ച് മാസത്തിൽ ഓല ഇലക്ട്രിക്കിന്റെ വാഹന രജിസ്ട്രേഷൻ 150% വർധനവ് രേഖപ്പെടുത്തി. ഫെബ്രുവരിയിലെ 3973 യൂണിറ്റുകളിൽ നിന്ന് ഇത് 10117 യൂണിറ്റുകളായി വർദ്ധിച്ചിട്ടുണ്ട്. മാർച്ച് അവസാന വാരം പ്രതിദിന ഓർഡറുകൾ 1000 കടന്നു. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച റോഡ്സ്റ്റർ 9.1 മോഡലിന് 60,000 രൂപ കുറച്ച് വില 1.3 ലക്ഷമാക്കി മാറ്റിയിരുന്നു. കൂടാതെ എൻഡ് ഐസ് ഏജ് എന്ന പേരിൽ 49,999 മുതൽ ആരംഭിക്കുന്ന EV മോഡലുകളും കമ്പനി വിപണിയിലിറക്കി. ഇതിനോടൊപ്പം സർവീസ്, ബൈബാക്ക് ഗ്യാരണ്ടി തുടങ്ങി 50,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുതിയ EV മോഡലുകളുടെ അവതരണവും നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓഹരി വില 22 രൂപ എന്ന ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചപ്പോൾ ലിസ്റ്റ് ചെയ്ത സമയത്തെ വിലയിൽ വാങ്ങിയ നിക്ഷേപകർക്ക് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് വെറും 3 ആഴ്ച കൊണ്ട് 34 രൂപയിലേക്ക്, അതായത് ഏകദേശം 58% വർധനവോടെ ഓഹരി തിരിച്ചു കയറിയെന്നത് വിപണിയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ വ്യാപാരം പരിശോധിച്ചാൽ സാധാരണയുള്ളതിനേക്കാൾ 7 മുതൽ 8 മടങ്ങ് അധികം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് കേവലം ചെറുകിട നിക്ഷേപകർ മാത്രമല്ല, വൻകിട നിക്ഷേപകരും ഈ വിലയിൽ ഓഹരി വാങ്ങാൻ താല്പര്യം കാണിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ പ്രകടനം പരിശോധിച്ചാൽ വലിയൊരു വീഴ്ചയ്ക്ക് ശേഷമുള്ള അതിശക്തമായ ഒരു യു ടേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരി വില 34 രൂപ എന്ന നിലവാരത്തിലേക്ക് കുതിച്ചതോടെ ഹ്രസ്വകാല ചാർട്ടുകളിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ദൃശ്യമാണ്. 30 രൂപ ടു 31 രൂപ റേഞ്ചിൽ ശക്തമായ റെസിസ്റ്റൻസ് മേഖല മറികടന്നത് പോസിറ്റീവ് സൂചനയാണ്. 62 കോടിയിലധികം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് കേവലം വിലക്കയറ്റം മാത്രമല്ല, വലിയ തോതിലുള്ള നിക്ഷേപക പങ്കാളിത്തത്തെയും കാണിക്കുന്നുണ്ട്. ഓഹരി ഇപ്പോൾ 5, 20, 50 ദിവസത്തെ ശരാശരികൾക്ക് മുകളിലാണ്. എന്നാൽ 200 EMA എന്ന വലിയ കടമ്പ ഇപ്പോഴും ബാക്കിയുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതൊരു അപ് ട്രെൻഡ് ആകണമെങ്കിൽ 42 രൂപയ്ക്ക് മുകളിൽ ക്ലോസിംഗ് അത്യാവശ്യമാണ്. RSI 70-ന് മുകളിലേക്ക്, അതായത് ഏകദേശം 73 എന്ന നിലവാരത്തിലേക്ക് എത്തിയത് ഓഹരി ഓവർബോട്ട് മേഖലയിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനർത്ഥം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വിലയിൽ ചെറിയൊരു ഇടിവോ അല്ലെങ്കിൽ കൺസോളിഡേഷനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. MACD 0 ലൈനിന് മുകളിലേക്ക് കയറിയത് ബുള്ളിഷ് മൊമെന്റം നിലനിൽക്കുന്നതിന്റെ സൂചനയാണ്. ഓഹരി വിലയിൽ വലിയൊരു മുന്നേറ്റം ദൃശ്യമാണെങ്കിലും ഇതൊരു റിലീഫ് റാലിയാണോ അതോ സ്ഥിരമായ ഒരു കുതിപ്പാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ ഓഹരി അതിന്റെ 5 ഡേ, 20 ഡേ, 50 ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണ് വ്യാപാരം നടത്തുന്നത്. ഇത് ഹ്രസ്വകാലത്തേക്ക് ഓഹരി കരുത്താർജിക്കുന്നതിന്റെ സൂചനയാണ്. എന്നാൽ ഓഹരി ഇപ്പോഴും 200 ഡേ മൂവിംഗ് ആവറേജ് എന്ന കടമ്പയ്ക്ക് താഴെ തന്നെയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് വരണമെങ്കിൽ ഈ നിലയാണ് മറികടക്കേണ്ടത്. 34 രൂപ എന്ന കടമ്പ ഓഹരി നിലവിൽ മറികടന്നിട്ടുണ്ട്. അടുത്ത പ്രധാന റെസിസ്റ്റൻസ് 40 ടു 41 രൂപ റേഞ്ചിലാണ്. വില താഴേക്ക് വരികയാണെങ്കിൽ 28 ടു 30 നിലവാരത്തിൽ ഓഹരിക്ക് ശക്തമായ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓല ഇലക്ട്രിക് ഓഹരി അതിന്റെ എക്കാലത്തെയും താഴ്ന്ന നിരക്കിൽ നിന്ന് 58% വരെ തിരിച്ചു കയറി എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എങ്കിലും ഓഹരി ഇപ്പോഴും അതിന്റെ ഇഷ്യൂ വിലയേക്കാൾ താഴെ തന്നെയാണ്. RSI സൂചിപ്പിക്കുന്നത് പോലെ ഓഹരി ഇപ്പോൾ ഓവർബോട്ട് നിലയിലായതിനാൽ പുതിയ നിക്ഷേപകർ ഒരു ചെറിയ വിലക്കുറവിനായി കാത്തിരിക്കുന്നത് ഉചിതമായിരിക്കും. 41 രൂപയ്ക്ക് മുകളിൽ സ്ഥിരത കൈവരിച്ചാൽ മാത്രമേ ഇതൊരു ശക്തമായ ബുൾറാലിയായി കണക്കാക്കാൻ സാധിക്കൂ. നിലവിൽ ഓഹരി വാങ്ങിയവർക്ക് 28 ടു 30 രൂപ നിലവാരത്തിൽ ഒരു സ്റ്റോപ്പ് ലോസ് കരുതുന്നത് ഉചിതമായിരിക്കും. ഓല ഇലക്ട്രിക് ഓഹരികളിലെ നിലവിലെ കുതിപ്പിനെ പൂർണ്ണമായും ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ആയി കാണാൻ കഴിയില്ല. മറിച്ച് ഇതൊരു ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ടേൺ അറൌണ്ട് സ്റ്റോറി ആയിട്ട് മാത്രമാണ് കാണാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ലാഭക്ഷമതയും ആസ്തികളും അടിസ്ഥാനമാക്കി ഓഹരി വില കുറവാണോ എന്ന് നിശ്ചയിക്കുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതി. എന്നാൽ ഓല ഇലക്ട്രിക് ഇപ്പോഴും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ FY26-ൽ ഏകദേശം 2276 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. PE റേഷ്യോ പോലുള്ള മാനദണ്ഡങ്ങൾ ഇവിടെ ഫലപ്രദമല്ല. ഓഹരി വില അതിന്റെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് 85% താഴ്ന്നതുകൊണ്ട് മാത്രം അതൊരു വാല്യൂ സ്റ്റോക്ക് ആവുന്നില്ല. കാരണം നിലവിലെ 34 രൂപ
എന്ന നിലയിൽ പോലും കമ്പനിയുടെ വിപണി മൂല്യം 15,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. കമ്പനിയുടെ ഭാവി സാധ്യതകളിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഇതൊരു മികച്ച നിക്ഷേപമായി മാറുന്നത്. സ്വന്തമായി വികസിപ്പിക്കുന്ന 46,100 ഭാരത് സെല്ലുകൾ വിജയകരമാവുകയും ബാറ്ററി നിർമ്മാണ ചെലവ് കുറയുകയും ചെയ്താൽ കമ്പനിയുടെ ചിത്രം മാറിയേക്കാം. കൂടാതെ സർക്കാരിന്റെ PLI സ്കീമിലൂടെ ലഭിക്കുന്ന 13 മുതൽ 18% ആനുകൂല്യങ്ങളും മാർച്ചിൽ കണ്ടതുപോലെയുള്ള വിൽപ്പനാ വളർച്ചയും നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഈ കുതിപ്പ് പ്രധാനമായും വാർത്തകളുടെയും വരാനിരിക്കുന്ന മാറ്റങ്ങളുടെയും പ്രതീക്ഷയിലാണ് നടക്കുന്നത്. അതിനാൽ ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണെങ്കിലും കൃത്യമായ വാല്യൂ ഇൻവെസ്റ്റിംഗ് പിന്തുടരുന്നവർ കമ്പനി ലാഭത്തിലാകുന്നതുവരെ കാത്തിരിക്കുന്നതാണ് ഉചിതം. ഇതൊരു വാല്യൂ ബൈ എന്നതിനേക്കാൾ തകർച്ചയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയുടെ ഹൈ റിസ്ക് ബെറ്റ് ആയി കാണുന്നതാകും ശരി.